ഇത് പ്രസംഗവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അദ്ദേഹം രണ്ട് കാര്യമാണ് അവിടെ സൂചിപ്പിച്ചത്. ഒരു കാര്യം ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയം, മറ്റൊന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആകെ തന്നെ അപകടത്തിലാണ് കേരളത്തിൽ. കേരള ഗവൺമെൻറ് വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കകത്താണ്, കടക്കെണിക്കകത്താണ്. അതുകൊണ്ട് പ്രഖ്യാപിക്കപ്പെട്ട ഒരു കാര്യം നടപ്പിലാക്കാൻ പോകുന്നില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇപ്പോൾ കൊടുക്കുന്ന 2000-ന് പുറമെ 1000 കൂടി കൊടുത്തുകൊണ്ട് 3000 രൂപ പെൻഷൻ കൊടുക്കും. അതാ അദ്ദേഹം പറഞ്ഞത്. 5 പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ ഇന്ദിര വാഗ്ദാനം എന്ന പേരിലാണ് അത് പ്രഖ്യാപിക്കപ്പെട്ടത്. ഇന്ദിരാഗാന്ധിയുടെ വാഗ്ദാനങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നാളെ വിളിച്ചാൽ ഒന്നേറെ പറഞ്ഞാലും ഞങ്ങൾക്ക് അതിനെപ്പറ്റി തീരില്ല. രാഹുൽ ഗാന്ധിക്ക് എന്തുകൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ സംവിധാനം ചർച്ചയ്ക്ക് തയ്യാറായില്ല? ഇന്ത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നയങ്ങളെ സംബന്ധിച്ചും അതുപോലെ തന്നെ BJPയുടെ രാഷ്ട്രീയ നയത്തെ സംബന്ധിച്ചിടത്തോളം തുടർന്നുമായ സംവാദത്തിന് എന്തുകൊണ്ട് തയ്യാറായില്ല? അദ്ദേഹം എന്തുകൊണ്ട് ശബരിമലയെ പറ്റി കയറി പിടിക്കാൻ തീരുമാനിച്ചു? ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല അതിനെ സംബന്ധിച്ചിടത്തോളം. രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് കോഴിക്കോട്ടേക്ക് പ്രസംഗത്തിന് വരാമെന്ന് പറഞ്ഞിരുന്നതാണ്. കോഴിക്കോട്ടേക്ക് പ്രസംഗത്തിന് വരുന്നതിൻ്റെ തലേ 2 ദിവസങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മാതാവ് സോണിയാഗാന്ധി ആശുപത്രി പ്രവേശിക്കപ്പെട്ടു. ആശുപത്രി പ്രവേശിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം കടന്നു വരുന്ന സമയത്ത് അമ്മയുടെ കയ്യിൽ മുത്തം ചെയ്യുന്ന ഒരു ഫോട്ടോ പുറത്തു വന്നിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് എനിക്കറിയില്ല. അതിനകത്ത് ചൂണ്ടിക്കാണിച്ചത് അദ്ദേഹം അമ്മയോട് മുത്തിക്കൊണ്ട് അമ്മയുടെ അസുഖത്തെപ്പറ്റി ചോദിക്കുന്നതാണ് ഉള്ളത്. എന്നാൽ അതിൽ സൂചിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, രാഷ്ട്രീയമുണ്ട്. അന്ന് ആ മുത്തം കൊടുത്തിട്ടുള്ള ആ കൈക്കകത്ത് കെട്ടിയിട്ടുള്ളത് അമ്പലക്കള്ളനായിട്ടുള്ള ശബരിമല കള്ളനായിട്ടുള്ള പോറ്റി കൊടുത്തിട്ടുള്ള വാച്ചായിരുന്നു എന്നാണ് നമുക്കറിയാം. ഞാൻ തിരികെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സ്വരാജിന് മറ്റൊരു മീറ്റിംഗ് കൂടി പ്രസംഗിക്കാനുണ്ട്. ഞാൻ പറഞ്ഞത് കേരളത്തിലെ വന്ന് പച്ചക്കള്ളം പറഞ്ഞ് വസ്തുതാപരമല്ലാത്ത വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച്, യാഥാർത്ഥ്യമല്ലാത്ത വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഒരു രാഷ്ട്രീയ സംവാദത്തിന് തയ്യാറാവാതെ, ഇന്ത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം എന്താണെന്ന് പ്രചരിപ്പിക്കാൻ തയ്യാറാവാതെ, കോൺഗ്രസിൻ്റെ കാപട്യ രാഷ്ട്രീയം ഇവിടെ മറയില്ലാതെ പ്രകടിപ്പിക്കുന്ന രൂപത്തിലേക്ക്, വളരെ ചീപ്പായ രൂപത്തിലേക്കാണ് ഇന്ത്യ മുന്നണിയുടെ ഒരു നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി വന്ന് പ്രസംഗിച്ചു പോയത്. അത് നമ്മൾ മനസ്സിലാക്കണം. സഖാവ് സ്വരാജ് ആ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും, വിശദമായി സംസാരിക്കുന്നതായിരിക്കും. ഒരൊറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പൊന്നാനിയിലെ ഉജ്ജ്വലമായ രാഷ്ട്രീയ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ മുന്നണിയാണ്. ഇവിടെ ചുവന്ന മണ്ണാണ് ഞങ്ങൾ വിളിക്കുന്ന വെറുതെയല്ല. ധീരരായ പല സഖാക്കളും ത്യാഗോജ്ജലമായ പ്രവർത്തനം നടത്തിക്കൊണ്ട് വളർത്തിയെടുത്തിട്ടുള്ള പ്രസ്ഥാനമാണ് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ആ പ്രസ്ഥാനം എല്ലാ കാലത്തും ഒരു വളക്കൂറുള്ള മണ്ണായിട്ടാണ് പൊന്നാനിയെ കണ്ടിട്ടുള്ളത്. അവിടെ എന്തെങ്കിലും കള്ളപ്രചാരവല കൊണ്ട് അല്ലെങ്കിൽ കള്ളപ്പണം ഇറക്കിക്കൊണ്ട് കാപട്യം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിൽ മാത്രമാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പൊന്നാനിയുടെ ഉജ്ജ്വല പാരമ്പര്യം കൂടുതൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ലഭിച്ച വോട്ടിനേക്കാളും കൂടുതൽ വോട്ട് നേടിക്കൊണ്ട് ഒരു വമ്പിച്ച വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് പൊന്നാനി. യാതൊരു സംശയം വേണ്ട. സഖാവ് സക്കീർ വലിയ ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി അക്ഷീണമായ പ്രവർത്തനത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കൾ രംഗത്തിറങ്ങണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദനങ്ങൾ. പ്രിയമുള്ളവരെ, ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ സമര പോരാളി സഖാവ് സ്വരാജ് നമ്മൾ അഭിവാദ്യം ചെയ്ത് സംസാരിക്കും. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. കൊടുക്കല്ലേ ഇപ്പോൾ?
പ്രിയപ്പെട്ടവരെ, ഇത്തവണ തെരഞ്ഞെടുപ്പിന് ഇനി ഏകദേശം ഒരാഴ്ചയാണ് ഉള്ളത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ജയപരാജയങ്ങൾക്കപ്പുറം കേരളത്തിൻ്റെ ഭാവി നിർണയിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പാണിത് എന്നതാണ്. അങ്ങനെ പറയാൻ കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുസ്ഥിതിയിൽ നിന്നും ഏറെ വിഭിന്നമാണ് ഇന്നത്തെ കേരളം. നമ്മൾ ഈ കേരളത്തിലെ ആരെയും അതിശയിപ്പിക്കുന്ന വളർച്ചയുടെയും വികസനത്തിൻ്റെയും എല്ലാം ഭാഗമായി ഇവിടെ ജീവിക്കുന്നതുകൊണ്ട് കേരളത്തിൻ്റെ പ്രത്യേകതകളെ ആഴത്തിൽ തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നത് സംശയമാണ്. രാജ്യത്തിൻ്റെ പൊതുവായ സ്ഥിതി കേരളത്തിൽ നിന്ന് എത്രയോ വിഭിന്നമാണ് എന്നതാണ് വസ്തുത. ഇവിടെ ജീവിക്കുന്ന നമ്മളിൽ ചിലരെങ്കിലും ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവും, ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ് രാജ്യമാകെ എന്ന്. അങ്ങനെ അല്ല. ഇന്ത്യയിലെ മറ്റൊരു ജീവിതം സാധ്യമായ തുരുത്തായി കേരളം നിലനിൽക്കുകയാണ്. ഏതു കാര്യത്തിലും ഇത് പ്രകടമാണ്. രാജ്യമാകെ യാത്ര ചെയ്യുമ്പോൾ കേരളത്തിൽ നിന്നും എത്ര വ്യത്യസ്തമായ ഒരു ചിത്രമാണ് അവിടെ എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. ഇപ്പോൾ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്, ആഗോള വിശപ്പ് സൂചിക, പച്ചമലയാളം ലോകത്തിലെ പട്ടിണി രാജ്യങ്ങളുടെ ഒരു പട്ടിക എന്ന് പറയാം. ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടത്തിൽ തയ്യാറാക്കുന്ന ലോകത്തിലെ ഗൗരവതരമായ പട്ടിണി സംബന്ധിച്ച ആധികാരികമായ രേഖയാണത്. 123 രാജ്യങ്ങളാണ് ആഗോള വിശപ്പ് സൂചികയിലുള്ളത്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥാനം 102 എന്ന് വെച്ചാൽ ഏറ്റവും ഗൗരവതരമായ പട്ടിണി നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ ഏറ്റവും പിന്നിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥാനം. പട്ടിണിയുടെ റിപ്പബ്ലിക്കായി നമ്മുടെ രാജ്യം നിലനിൽക്കുകയാണ്. ആഴ്ചകളോളം ഭക്ഷണം കഴിക്കാനില്ലാതെ വെള്ളം മാത്രം കുടിച്ച് ജീവിക്കേണ്ടി വരുന്ന മനുഷ്യർ, ആരോഗ്യം ക്ഷയിച്ച് അസുഖം ബാധിച്ച് അങ്ങനെ മരിച്ചു പോകുന്ന മനുഷ്യർ, അതാണ് പട്ടിണി മരണം. പട്ടിണി മരണങ്ങൾ നടക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ നിലനിൽക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം പട്ടിണി ഇന്നൊരു വാക്കു മാത്രമാണ്, ഒരു അനുഭവമല്ല. മലയാളിക്കൊരു വാക്കു മാത്രമാണ്. സമീപകാലത്തൊന്നും നിങ്ങളിൽ നിങ്ങളുടെ അറിവിൽപ്പെട്ടവരിൽ ആരെങ്കിലും പട്ടിണി കിടന്നതായി ഓർക്കുന്നുണ്ടോ? കേരളത്തിൽ അങ്ങനെയില്ല. സാമ്പത്തിക പ്രാരാബ്ധവും കടവും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ പട്ടിണി കിടക്കേണ്ട സ്ഥിതി ഈ കേരളത്തിൽ ഒരാൾക്ക് പോലുമില്ല. രാജ്യത്തിൻ്റെ നില നേരെ മറിച്ചാണ്. എന്നാൽ ഈ പട്ടിണിയുടെ കാര്യത്തിൽ മാത്രമല്ല, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷയരോഗികൾ ഇന്ത്യയിലാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുഷ്ഠരോഗികൾ ജീവിക്കുന്ന രാജ്യം നമ്മുടെ രാജ്യമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ ചേരികളിൽ ജീവിക്കുന്നത് ഇന്ത്യയിലാണ്. ഇങ്ങനെ ദാരിദ്ര്യത്തിൻ്റെയും ജീവിത പ്രയാസങ്ങളുടെയും ദുരിതങ്ങളുടെയും അരക്ഷിതാവസ്ഥയുടെയും രാജ്യമായി ഇന്ത്യ തുടരുകയാണ്. അവിടെയാണ് അഭിമാനകരമായ മനുഷ്യജീവിതം സാധ്യമായൊരു നാടായി കേരളം ഇന്ത്യയിൽ ശിരസുയർത്തി നിൽക്കുന്നു അഭിമാനത്തോടെ. ആ കേരളത്തിൻ്റെ പ്രത്യേകതയാർന്ന നേട്ടങ്ങൾ, മികവ്, ഇത് പാതി വഴിയിൽ വെച്ച് തകർന്നു പോകുമോ എന്ന ആശങ്കയാണ് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ പലരും ഉയർത്തുന്നത്. അതാണ് ചോദ്യം. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമ്മുടെ രാജ്യത്ത് 90,000 സർക്കാർ പള്ളിക്കൂടങ്ങൾ അടച്ചുപൂട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റൂ? വിശ്വസിച്ചേ പറ്റൂ. അതാണ് സത്യം. രാജ്യത്ത് 1,00,000-നടുത്ത് സർക്കാർ പള്ളിക്കൂടങ്ങൾ 10 വർഷത്തിനിടയിൽ അടച്ചുപൂട്ടി. തൊട്ടടുത്ത സംസ്ഥാനം കർണാടക, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം. 5 കൊല്ലത്തിനുള്ളിൽ കർണാടകയിൽ 3500ഓളം സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടി. കേരളത്തിലോ ഒരൊറ്റ സർക്കാർ സ്കൂൾ 10 കൊല്ലത്തിനുള്ളിൽ ഇവിടെ അടച്ചുപൂട്ടിയിട്ടില്ല. അതാണ് വ്യത്യാസം.
എന്തുകൊണ്ടാണ് ഇത് സാധ്യമാവുന്നത്? 2016 അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് പൊതുവിദ്യാഭ്യാസം സംബന്ധിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം അടിയന്തരമായി 40% സർക്കാർ സ്കൂളുകൾ കേരളത്തിൽ പൂട്ടണം എന്നാണ്. എന്തിന്? ചെലവ് ചുരുക്കാൻ. ലാഭകരമല്ലാത്ത സ്കൂളുകൾ പൂട്ടണം, അതാണ് നിലപാട്. രാജ്യം ഭരിക്കുന്ന BJP-യുടെ നിലപാടും അതാണ്, കോൺഗ്രസിന്റെ നിലപാടും അതാണ്. ആ നിലപാട് ഇന്ത്യയിലെ BJP-യും കോൺഗ്രസും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ 90,000-ൽ പരം പള്ളിക്കൂടങ്ങൾ അടച്ചുപൂട്ടി. കേരളത്തിൽ ഒന്നുപോലും അടച്ചുപൂട്ടിയില്ല. ഇടതുപക്ഷം ഈ നയത്തോട് യോജിക്കുന്നില്ല. മറ്റൊരു ബദൽ നിലപാട് നാം സ്വീകരിക്കുന്നു. വിദ്യാഭ്യാസത്തെ ലാഭനഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിഗണിക്കാൻ പാടില്ല. ഇതൊരു കച്ചവടമല്ല. ഒരു സ്കൂളിൽ കുട്ടികൾ കുറഞ്ഞാൽ, ഒരു ക്ലാസ്സിൽ 10 കുട്ടികളെ ഉള്ളൂവെങ്കിൽ അത് അടച്ചു പൂട്ടാൻ പാടില്ല, പഠിപ്പിക്കണം. എങ്ങനെയാണ് വിദ്യാഭ്യാസത്തെ ലാഭനഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിഗണിക്കുക? ഒരു ക്ലാസ് മുറിയിൽ 10 കുട്ടികളെ ഉള്ളുവെങ്കിൽ ആ 10 പേർ നാളെ ആരായിത്തീരുമെന്ന് എങ്ങനെ പ്രവചിക്കാനാവും? അവർ ഈ സമൂഹത്തിന് നൽകാൻ, കനപ്പെട്ട സംഭാവനകൾ നൽകാൻ നിയോഗിക്കപ്പെട്ടവരാകാം. ആർക്കറിയാം ഭാവിയിൽ എന്ത് നടക്കുമെന്ന്? വർഷങ്ങൾക്ക് മുൻപ് കോട്ടയത്ത് ഉഴവൂരിലെ ഓലമേഞ്ഞ ഒരു പള്ളിക്കൂടത്തിൽ തറയിലിരുന്ന് പഠിച്ച ഒരു കുട്ടി പിന്നീട് ഇന്ത്യൻ യൂണിയന്റെ പ്രസിഡന്റായി മാറി. അന്ന് ആ പള്ളിക്കൂടം അടച്ചുപൂട്ടിയിരുന്നെങ്കിലോ എന്ത് സംഭവിക്കുകയായിരുന്നു? സ്കൂളുകൾ പൂട്ടിയാൽ ആ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യും? അവരുടെ രക്ഷിതാക്കൾ എന്ത് ചെയ്യും? അടുത്തൊരു സ്കൂൾ എത്ര കിലോമീറ്റർ അകലെയായിരിക്കും. ചിലപ്പോൾ ചില കുട്ടികളുടെ പഠനം നിന്നുപോകും. അപ്പോ 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിലെ പകുതി സർക്കാർ സ്കൂളുകൾ ഇതിനോടകം അടച്ചുപൂട്ടിയിട്ടുണ്ടാവും. അതാണ് പ്രത്യേകത. രാജ്യവ്യാപകമായ ആ നയമാണ്. ഇവിടെ നാം വ്യത്യസ്തമായ നയം ഉയർത്തിപ്പിടിക്കുന്നു. എന്ന് കേരളത്തിൽ UDF-ന്റെ ഒരു ഗവൺമെന്റ് വരുന്നുവോ അന്ന് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ പോലെ ഇവിടെയും ആ നയം നടപ്പിലാക്കും. ചുരുങ്ങിയത് പകുതിയെങ്കിലും സർക്കാർ പള്ളിക്കൂടങ്ങൾ എന്നേക്കുമായി താഴ്വീഴും, പൂട്ടും. ഇതാണ് കേരളത്തിന്റെ സ്ഥിതി. ഇതാണ് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ചില ആളുകളൊക്കെ ഇപ്പൊ പറയുന്നുണ്ട്, 2 ടേം ഇടതുപക്ഷം ഭരിക്കല്ലേ, ഇനി ഒരു ടേം UDF ഭരിക്കട്ടെ, അത് കഴിഞ്ഞ് വീണ്ടും വേണമെങ്കിൽ LDF-ന് ഭരിക്കാലോ, തുടർച്ചയായി അധികാരത്തിൽ തുടരുന്നത് നല്ലതല്ല, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെ വല്ല ഭരണമാറ്റവും സംഭവിച്ചാൽ കേരളത്തിന്റെ തകർച്ച അവിടെ ആരംഭിക്കും. സ്കൂളുകൾ അപ്പോൾ അടച്ചു പൂട്ടാൻ ആരംഭിക്കും. ഇത് സ്കൂളുകളുടെ കാര്യത്തിൽ മാത്രമല്ല, അഭ്യസ്തരായ യുവതി യുവാക്കൾക്ക് സ്വന്തമായ ഒരു ജോലി, ഒരു സർക്കാർ ജോലി ഒരു സ്വപ്നമല്ലേ? ഇപ്പൊ ഇടയ്ക്കൊക്കെ നമ്മളെയൊക്കെ കാണാൻ പല റാങ്ക് ഹോൾഡേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ വരും. അവർ പറയും, സഖാവേ PSC-യുടെ ഇന്ന ലിസ്റ്റിൽ ഞാനുണ്ട്, ഒരു 100 പേർ കൂടി നിയമനം കിട്ടിയാൽ എനിക്കും കിട്ടും, അതുകൊണ്ട് നിയമനം ത്വരിതപ്പെടുത്തണം എന്നാണ് പറയുക. നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി സഖാവ് MK സക്കീർ നിങ്ങളുടെ എല്ലാം സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി ഈ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാം നിറഞ്ഞ മനസ്സോടെ ആവേശപൂർവ്വം സ്ഥാനാർത്ഥിയെ വരവേൽക്കാം. നിങ്ങളുടെ എല്ലാം പേരിൽ സ്ഥാനാർത്ഥി സഖാവ് സക്കീറിനെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ 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 ഇതിലെ പറഞ്ഞു വന്നത് PSC വഴിയുള്ള നിയമനങ്ങളെ കുറിച്ചാണ്. PSC-യുടെ മുൻ ചെയർമാനാണ് ഞാൻ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ രാജ്യത്ത് 100 PSC നിയമനങ്ങൾ നടക്കുമ്പോൾ അതിൽ 60-ൽ കൂടുതൽ
കേരളത്തിലാണ് നടക്കുന്നത്. അതൊരു അവിശ്വസനീയമായ കണക്കല്ലേ? സത്യത്തിൽ അങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിൻ്റെ 4 ഇരട്ടി വലിപ്പമുള്ള സംസ്ഥാനങ്ങളില്ലേ? ഇന്ത്യ ഒരു വലിയ രാജ്യമല്ലേ? പക്ഷേ PSC നിയമനങ്ങൾ 100 എണ്ണം നടക്കുമ്പോൾ 60 കേരളത്തിൽ. ജനസംഖ്യാനുപാതികമായി ചിന്തിച്ചാൽ ഇന്ത്യൻ ജനസംഖ്യയുടെ 3% കേരളത്തിലെ ജനസംഖ്യ. അപ്പൊ 100 PSC നിയമനങ്ങൾ നടക്കുമ്പോൾ 3 പേർക്ക് ഇവിടെ ജോലി കിട്ടാൻ വകുപ്പില്ല, ഒരു 2 ആൾക്ക് കിട്ടിയാൽ കിട്ടി. അതാണ് ജനസംഖ്യാനുപാതികം. പക്ഷേ 100 പേർക്ക് നിയമനം കിട്ടുമ്പോൾ 60+ ഇവിടെയാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും വ്യവസ്ഥാപിതമായ പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖാന്തരമുള്ള നിയമനങ്ങൾ നടക്കുന്നില്ല. പോലീസ് പോലെ, ഫയർഫോഴ്സ് പോലെ ചില അത്യാവശ്യ സേവന മേഖലകളിൽ വിരലിലെണ്ണാവുന്ന നിയമനങ്ങൾ നടക്കുന്നുണ്ടാവാം. ബാക്കിയെല്ലാം കരാർ നിയമനങ്ങളാണ്. എന്ത് കരാർ നിയമനം? തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലിക്ക് പോകുന്നത് പോലെ ദിവസക്കൂലി, തുച്ഛമായ വേതനം, പെൻഷനില്ല, ആനുകൂല്യങ്ങളില്ല. ആ അടിമവേലയുടെ ആധുനിക പേരാണ് കരാർ ജോലി. അതാണ്, മറ്റു ജോലിയൊന്നുമില്ല ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും. പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖാന്തരമുള്ള സർക്കാർ നിയമനങ്ങൾ ഏറെക്കുറെ ഇന്ത്യയിലെമ്പാടും മരവിച്ചു കഴിഞ്ഞു, നടക്കുന്നില്ല. ഇവിടെ നമ്മൾ ലിസ്റ്റിലുള്ള മുഴുവൻ പേർക്കും ജോലി വേണമെന്ന് പറഞ്ഞിട്ടാണ് ചില കുട്ടികൾ സമരം ചെയ്യുന്നത്. പറഞ്ഞു വന്നത്, എന്നെങ്കിലും ഒരിക്കൽ കേരളത്തിൽ UDFന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ അന്നവസാനിച്ചു കേരളത്തിലെ PSC നിയമനം. ഓർത്തു വെച്ചോളണം. ഭരണം മാറിയാൽ തരക്കേടില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ചിലരുണ്ടല്ലോ. ഭരണം മാറിയാൽ അന്നവസാനിച്ചു കേരളത്തിന്റെ വികസന കുതിപ്പ്. ഈ കേരളത്തിന്റെ തകർച്ച അവിടെ ആരംഭിക്കും. സ്കൂളുകൾ പൂട്ടാൻ തുടങ്ങും, നിയമനങ്ങൾ അവസാനിക്കും, പെൻഷൻ നിലച്ചു പോകും, പാഠപുസ്തകങ്ങൾ മുടങ്ങും. കേരളത്തിന്റെ തകർച്ചയുടെ തുടക്കം അവിടെയായിരിക്കും. ഈ രാജ്യത്തിന്റെ പൊതുസ്ഥിതി അതാണ്. ഞാൻ വളരെ ദീർഘമായി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യ കൂട്ടായ്മയുടെ അനിഷേധ്യനായ നേതാവ് തേജസ്വി യാദവ് നമ്മുടെ ഈ യോഗത്തിൽ പങ്കെടുക്കാനായി ഇവിടെ വരുന്നുണ്ട് എന്നാണ് നമ്മുടെ സംഘാടകർ അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൗതുകം, ബീഹാറിലെ ഇന്ത്യ കൂട്ടായ്മയുടെ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യവും മറ്റു കാര്യങ്ങളും ഞാനിവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇന്ത്യ കൂട്ടായ്മയുടെ നേതാവായ തേജസ്വി യാദവ് കേരളത്തിൽ വരുന്നത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ്, അല്ലാതെ കോൺഗ്രസിന് വേണ്ടിയല്ല. എന്ന് വെച്ചാൽ ഇന്ത്യ കൂട്ടായ്മയിലൂടെ മതനിരപേക്ഷതയുടെ കൊടിക്കൂറ ഉയർത്തിപ്പിടിച്ച് സംഘപരിവാർ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിൽ കോൺഗ്രസ് അല്ല, ഇടതുപക്ഷമാണ് എന്ന തിരിച്ചറിവ് ദേശീയ തലത്തിൽ ഇന്ത്യ കൂട്ടായ്മയുടെ എല്ലാ നേതാക്കൾക്കും ഉണ്ട്. കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ദേശീയാടിസ്ഥാനത്തിലുള്ള ഇന്ത്യ കൂട്ടായ്മയിലെ ഒരു കക്ഷിയായിട്ടല്ല പ്രവർത്തിക്കുന്നത്. പിന്നെയോ സംഘപരിവാര കുടുംബത്തിലെ ഒരു സംഘപ്രസ്ഥാനത്തെ പോലെയാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. അവർ കേരളത്തിൽ ഇന്ത്യ കൂട്ടായ്മയ്ക്കെതിരാണ്. അതാണ് വസ്തുത. അതുകൊണ്ടാണ് കേരളത്തിൽ വരുമ്പോൾ ഇന്ത്യ കൂട്ടായ്മയുടെ പ്രഖ്യാപിത നിലപാടിനെതിരെ കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പോലും പ്രസംഗിക്കേണ്ടി വരുന്നത്. കേരളത്തിലെത്തുമ്പോൾ അദ്ദേഹം ഇന്ത്യ കൂട്ടായ്മയുടെ നയങ്ങൾക്ക്, നിലപാടുകൾക്കെതിരായാണ് പ്രസംഗിക്കുന്നത്. അത് കേരളത്തിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാപ്പരത്വത്തിന്റെ ഭാഗമായി വന്നുവിട്ട ഒരു ദുര്യോഗമാണ്. ഞാൻ കൂടുതൽ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിന്റെ പ്രത്യേകതകൾ, നാം ആർജിച്ച പുരോഗതി, അതെല്ലാം ഉലച്ചിൽ തട്ടാതെ തുടരണമെങ്കിൽ ഇടതുപക്ഷം വീണ്ടും ഈ നാട്ടിൽ അധികാരത്തിലെത്തണം എന്ന് സൂചിപ്പിക്കാനാണ്. 10 വർഷം കൊണ്ട് കേരളത്തിലുണ്ടായ നേട്ടം വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാവുന്നതിനും എത്രയോ അപ്പുറമാണ്. ഇപ്പോൾ ഒറ്റക്കാര്യം മാത്രം പറയാം. 2025 കേരളം സന്ദർശിക്കാനായി നമ്മുടെ നാട്ടിലേക്ക് ഒഴുകിയെത്തിയ സഞ്ചാരികളുടെ എണ്ണം ഏതാണ്ട് 2.5 കോടിയാണ്. 2.5 കോടി മനുഷ്യർ കേരളത്തിന് പുറത്തുനിന്ന് കേരളം കാണാൻ വന്നു. എല്ലാവരും വിനോദസഞ്ചാരികളായി മൂന്നാറും കോവളവും കുമരകവും കാണാൻ വന്നതല്ല. കുറേ പേർ വന്നത് കേരളത്തെക്കുറിച്ച് പഠിക്കാനാണ്, അറിയാൻ, പഠിക്കാൻ, പകർത്താൻ,
എന്തുകൊണ്ട് പട്ടിണി റിപ്പബ്ലിക് എന്നറിയപ്പെടുന്ന ഇന്ത്യയിൽ ഒരു സംസ്ഥാനം മാത്രം ലോകോത്തര നിലവാരത്തിലേക്ക് വളരുന്നു? എന്താണ് അതിൻ്റെ രഹസ്യം? അത് പറയാനാണ്. ഇപ്പോൾ ഏത് ജീവിത സൂചികകൾ എടുത്താലും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളോടും അമേരിക്കയോടും ഒക്കെയാണ് നമ്മൾ മത്സരിക്കുന്നത്. മാതൃമരണ നിരക്ക്, ശിശുമരണ നിരക്ക്, പ്രതീക്ഷിതായുസ്, പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനം, ആരോഗ്യ പരിപാലനം, പൊതുവിതരണം, ഏത് മേഖലകൾ എടുത്താലും നമ്മൾ ലോകോത്തര നിലവാരത്തിൽ എത്തി നിൽക്കുകയാണ്. ഇതെങ്ങനെ സാധ്യമായി എന്നാണ് ലോകം വിസ്മയിക്കുന്നത്. ആ വിസ്മയകരമായ വളർച്ചയ്ക്കും മുന്നേറ്റത്തിനും നേതൃത്വം കൊടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കായി എന്നതാണ് 10 വർഷത്തെ കേരളത്തിൻ്റെ ഭരണം ലോകത്തോട് വിളിച്ചു പറയുന്നത്. സാധാരണ ഇടതുപക്ഷത്തിനെതിരായി ഉയരുന്നൊരു വിമർശനം, ചില കേന്ദ്രങ്ങൾ ഉയർത്തുന്ന വിമർശനം, LDF അധികാരത്തിൽ വരുമ്പോൾ ക്ഷേമ പെൻഷനും മറ്റുമൊക്കെ നന്നായിട്ട് കൊടുക്കും, എന്നാൽ വൻകിട വികസന പദ്ധതികളിൽ അത്രയ്ക്ക് താല്പര്യം കാണിക്കില്ല എന്നതാണ്. ഒരടിസ്ഥാനവും ഇല്ലാത്ത വിമർശനമാണ്, യാതൊരു അടിസ്ഥാനവുമില്ല. എങ്കിലും ആവർത്തിച്ച് പ്രചരിപ്പിച്ചതുകൊണ്ട് ചിലരുടെ എല്ലാം മനസ്സിൽ ഒരു പൊതുബോധമായി അത് നിന്നിരുന്നു. പക്ഷേ ഇപ്പോഴോ അത്തരം പ്രചാരവേലയെയും കേരളത്തിലെ സാമാന്യ ജനം തള്ളിക്കളയുന്നു. കാരണം സ്വാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 10 വർഷം കേരളത്തിലുണ്ടായ മാറ്റം വൻകിട വികസന പദ്ധതികളും സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസമേകിയ ജനക്ഷേമ പദ്ധതികളും രണ്ടും സമന്വയിപ്പിച്ചു എന്ന് ജനം തിരിച്ചറിയുന്നുണ്ട്. എത്ര വൻകിട പദ്ധതികൾ, കേരളത്തിന്റെ മുഖഛായ മാറ്റിയ ബൃഹത് പദ്ധതികൾ, അതിൽ തന്നെ ചിലതെല്ലാം ഉമ്മൻചാണ്ടി ഭരണകാലത്ത് അസാധ്യം എന്ന് തീർപ്പ് കൽപ്പിച്ച് ഉപേക്ഷിച്ച പദ്ധതികൾ. ദേശീയപാതാ വികസനം, കൊച്ചി ഇടമൺ പവർ ഹൈവേ, ഗെയിൽ വാതക പൈപ്പ് ലൈൻ, ഇതെല്ലാം UDF കാലത്ത് ഉപേക്ഷിച്ചതല്ലേ? അസാധ്യമെന്ന് ഫയലിൽ എഴുതിയതല്ലേ? എന്നേക്കുമായി ഉപേക്ഷിച്ച പദ്ധതികൾ, മൺമറഞ്ഞ പദ്ധതികൾ. മരിച്ചുപോയ മനുഷ്യർക്ക് ജീവൻ നൽകാനാകുമോ എന്നാരെങ്കിലും ചോദിച്ചാൽ ഈ 2026 അതിന്റെ മറുപടി ഇല്ല എന്ന് തന്നെയാണ്. അത് സാധിക്കില്ല. ആധുനിക വൈദ്യശാസ്ത്രം ഇത്രമാത്രം പുരോഗമിച്ചിട്ടും ഒരാൾ മരിച്ചു പോയാൽ പിന്നെ ജീവൻ കൊടുക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് കോൺഗ്രസ് എത്ര ശ്രമിച്ചാലും ഈ രാജ്യത്ത് ജീവൻ വെക്കാത്തത്. മരിച്ചാൽ മരിച്ചതാണ്, അതാണ് സ്ഥിതി. എന്നാൽ മരിച്ചു മൺമറഞ്ഞു പോയ വികസന പദ്ധതികൾക്ക് ജീവൻ കൊടുക്കാൻ ആർക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ, മൺമറഞ്ഞു പോയ വികസന പദ്ധതികൾക്കും പുതുജീവൻ പകർന്നു നൽകി ജീവൻ നൽകുന്ന ജാലവിദ്യ യാഥാർത്ഥ്യമായ നാടാണ് പിണറായി വിജയന്റെ കേരളമെന്ന് അഭിമാനത്തോടെ പറയാൻ നമുക്കാവും. അതാണ് ഗെയിൽ പൈപ്പ് ലൈൻ, അതാണ് കൊച്ചി ഇടമൺ പവർ ഹൈവേ, അതാണ് ദേശീയപാതാ വികസനം. 2016 LDF സർക്കാർ കേരളത്തിൽ വന്നില്ലെങ്കിലോ ഗെയിൽ പൈപ്പ് ലൈൻ ഇല്ല, പാതിവഴിയിൽ നിന്നു. കൊച്ചി ഇടമൺ പവർ ഹൈവേ ഇല്ല. കൊച്ചി ഇടമൺ പവർ ഹൈവേ ഇല്ല എന്ന് പറഞ്ഞാൽ പവർ കട്ട് തുടരും എന്നാണ് അർത്ഥം. ഉമ്മൻചാണ്ടിയുടെ സർക്കാർ തുടർന്നിരുന്നുവെങ്കിൽ പവർ കട്ടും തുടരും. ദേശീയപാതാ വികസനമില്ല. കേരളത്തിന്റെ വികസന പന്ഥാവിലെ സുപ്രധാനമായ ഒരു നാഴികക്കല്ല് 2016 കേരളത്തിൽ ഭരണം മാറി എന്നതാണ്. ഇതിന് പുറമെ മലയോര ഹൈവേ, തീരദേശ ഹൈവേ, വിഴിഞ്ഞം പോർട്ട്, K-ഫോൺ, ഏതൊക്കെ വികസന പദ്ധതികൾ. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ കൊച്ചിയിൽ, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി തിരുവനന്തപുരത്ത്, കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലത്ത്, കേരളത്തിലെ ആദ്യത്തെ അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്ത്. നേട്ടങ്ങളുടെ പാതയിൽ കാലത്തിന്റെ കൈകൾക്ക് മായ്ക്കാനാവാത്ത വികസന മുദ്രകൾ തീർത്തുകൊണ്ടാണ് നാം മുൻപോട്ട് പോകുന്നത്. അതോടൊപ്പം ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ ഇടതുപക്ഷത്തിനായി 5 ലക്ഷം കുടുംബങ്ങൾക്ക് വീട് എന്ന സ്വപ്നം സഫലമായി. ഒരു കുടുംബത്തിൽ 4 പേരുണ്ടെങ്കിൽ 20 ലക്ഷം മനുഷ്യർ. ചെറിയ കാര്യമാണോ? 5 ലക്ഷം കുടുംബങ്ങൾക്ക് പട്ടയം. അതിനു പുറമെ നമ്മുടെ സ്കൂളുകൾ, ആശുപത്രികൾ, റോഡ്. ചെറിയ മാറ്റമാണോ കേരളത്തിൽ ഉണ്ടായത്? 62 ലക്ഷം മനുഷ്യർക്ക് മാസം 2000 രൂപ പെൻഷൻ ഇന്ത്യയിൽ, കേരളത്തിൽ മാത്രം. ഇപ്പൊ ഇവർ വന്നാൽ കൊടുക്കുന്നല്ലേ പറയുന്നത്. തെലങ്കാനയിൽ വന്നല്ലോ, പെൻഷൻ പ്രഖ്യാപിച്ചു.
കൊടുത്തു തുടങ്ങി. ഇപ്പൊ കിട്ടിയിട്ട് എത്ര നാളായി? തെലങ്കാനയിലെ കുടിശ്ശിക നിങ്ങൾ വായിച്ചില്ലേ വാർത്ത? 25 മാസമാണ് പെൻഷൻ കുടിശ്ശിക. കേരളത്തിൽ 18 മാസം ഉണ്ടായതുള്ളൂ ഉമ്മൻചാണ്ടി കാലത്ത്. ഇപ്പോൾ 25 മാസമാണെന്ന് വെച്ചാൽ 2 വർഷവും 1 മാസവുമായി തെലങ്കാനയിൽ പെൻഷൻ ഇല്ല. അല്ലെങ്കിൽ ഇവിടുത്തെ 2000 രൂപ പെൻഷനൊന്നും അവിടെ ഇല്ല, അവിടെ നിസ്സാരം. പക്ഷേ അത് കൊടുത്തിട്ട് ഇത്രയായി. എന്ന് കേരളത്തിൽ UDF അധികാരത്തിലെത്തുന്നുവോ അന്ന് അവസാനിക്കും പെൻഷൻ, അന്ന് അവസാനിക്കും. അപ്പൊ ചോദ്യം ഇതാണ്, പെൻഷൻ മുടങ്ങണോ? സ്കൂൾ പൂട്ടണോ? PSC നിയമനം മരവിപ്പിക്കണോ? പവർ കട്ട് തിരികെ വരണോ? കേരളം നശിക്കണോ? അതാണ് ചോദ്യം. നശിക്കണം എന്ന് ആരെങ്കിലും പറയൂ? ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ മഹാനേട്ടങ്ങളോടൊപ്പം ലൈഫ് ഭവന പദ്ധതി, ദേശീയപാത വികസനം, പട്ടയം നൽകിയ പരിപാടി, സ്കൂളുകൾ ഹൈടെക് ആയത്, ക്ലാസ് മുറികൾ സ്മാർട്ടായത്, പാഠപുസ്തകം സ്കൂൾ തുറക്കുന്നതിന് മുൻപ് കിട്ടിയത്, വീട്ടമ്മമാരുടെ പെൻഷൻ ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ തുടങ്ങിയത്, യുവജനങ്ങളുടെ സ്റ്റൈപ്പൻഡ് പദ്ധതി രാജ്യത്താദ്യമായി ആരംഭിച്ചത്, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത്, ഇങ്ങനെയുള്ള എണ്ണിപ്പറയാവുന്ന മഹാനേട്ടങ്ങളെക്കാൾ മുൻപ് നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു സുപ്രധാനമായ നേട്ടമുണ്ട്. ഒരുപക്ഷെ അതാണ് ആദ്യം ഓർക്കേണ്ടത്. എന്താണത്? 10 വർഷത്തെ LDF സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറഞ്ഞാൽ സമാധാനമായി കേരളത്തിൽ ജീവിക്കാം എന്നതാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. ഇന്ത്യയിൽ മറ്റെവിടെയും ഇങ്ങനെയില്ല. ഓരോ സംസ്ഥാനത്തു നിന്നും പുറത്തു വരുന്ന വാർത്തകൾ എത്രമാത്രം വേദനാജനകമാണ്. എത്ര നിരപരാധികളാണ് കൊല്ലപ്പെടുന്നത്. സാധാരണക്കാരായ മനുഷ്യർ മതത്തിൻ്റെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ അരുംകൊല ചെയ്യപ്പെടുന്ന വാർത്തകൾ. ഇപ്പൊ പലരുടെയും മനസ്സിൽ മണിപ്പൂരൊക്കെ ആയിരിക്കും. 1000 കൊല്ലപ്പെട്ടു. അത് മാത്രമല്ല, വിദ്വേഷത്തിന്റെ വിത്ത് വിതച്ച മനുഷ്യരെ മതത്തിന്റെ പേരിൽ തമ്മിലകറ്റി വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കി സ്വാർത്ഥ ലാഭം കൊയ്യുന്ന കൊടിയ വർഗീയവാദികളുടെ വിഹാരരംഗമായി ഇന്ത്യ മാറിയില്ലേ? ഉത്തരേന്ത്യയിൽ മാത്രമല്ല, ദക്ഷിണേന്ത്യയിലേക്ക് വരികയാണ്. ഇദ്രിസ് പാഷ കൊല്ലപ്പെട്ടത് കർണാടകയിലാണ്. നമ്മുടെ സഹോദരൻ മലയാളിയായ അഷറഫ് അതിർത്തിക്കപ്പുറത്ത് മംഗലാപുരത്ത് വെച്ചാണ് ക്രൂരമായി അടിച്ചു കൊന്നുകളഞ്ഞത്. അതിർത്തി വരെ എത്തി, കേരളത്തിലേക്ക് വന്നിട്ടില്ല. കേരളത്തിൽ കഴിഞ്ഞ 10 കൊല്ലമായി ഒരൊറ്റ വർഗീയ കലാപം ഉണ്ടായില്ല. വർഗീയ കലാപങ്ങളിൽ ഒരാൾ പോലും കൊല്ലപ്പെട്ടില്ല. ഒരു മനുഷ്യന്റെ ഒരു തുള്ളി രക്തം പോലും പൊടിഞ്ഞില്ല. അതെന്താ? കേരളത്തിലെ വർഗീയവാദികളെല്ലാം വിസയെടുത്ത് അമേരിക്കയിലേക്ക് വണ്ടി കയറിയോ? ഇല്ല, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. പക്ഷേ മാളത്തിലാണ്, പുറത്തിറങ്ങാൻ പറ്റില്ല. 10 കൊല്ലമായി മാളത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് വർഗീയവാദികൾ. അതെന്താ പുറത്തിറങ്ങാത്തത്? പുറത്തിറങ്ങിയാൽ, വർഗീയ കലാപത്തിന് കോപ്പ് കൂട്ടിയാൽ, ഏത് കൊലക്കൊമ്പനായാലും കയ്യിൽ വിലങ്ങണിയിച്ച് പുറങ്കിലടയ്ക്കും. അതിന് കെൽപ്പുള്ള ഒരു സർക്കാർ ഈ കേരളത്തിലുണ്ട് എന്ന് നന്നായി അറിയാവുന്നത് കൊണ്ട് എല്ലാ വർഗീയവാദികളും മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. UDFന്റെ കാലത്തോ, എണ്ണം പറഞ്ഞ കോൺഗ്രസിന്റെ നേതാക്കൾ ഉമ്മൻചാണ്ടിയും AK ആന്റണിയും കരുണാകരനും കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന കാലത്തോ എത്ര വർഗീയ കലാപങ്ങൾ, എത്ര നിരപരാധികൾ കൊല്ലപ്പെട്ടു. നമ്മുടെ നാട് മറക്കാൻ ആഗ്രഹിക്കുന്ന എത്ര സംഭവങ്ങൾ. മാറാട് ഓർമ്മയില്ലേ? തൈക്കൽ. ഞാൻ ഓരോന്നോരോന്നായി പറയുന്നില്ല, നാട് മറക്കാൻ ആഗ്രഹിക്കുന്നതാണ്. അത് വീണ്ടും വിശദീകരിച്ച് നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ മനുഷ്യൻ തെരുവിൽ ഈയാമ്പാറ്റകളെ പോലെ കൊല്ലപ്പെട്ട, നാട് മറക്കാൻ ആഗ്രഹിക്കുന്ന, ചോര പുരണ്ട ഒരു കാലം ഈ നാട്ടിൽ ഉണ്ടായിരുന്നു എന്ന് മറക്കാൻ പാടില്ല. അത് ഓർത്തു വെക്കേണ്ടതാണ്. എത്ര മനുഷ്യർ കൊല്ലപ്പെട്ടു. അന്നൊരിക്കലാണ് പാലക്കാട് നഗരത്തിൽ 10 വയസ്സ് മാത്രമുള്ള ഒരു പിഞ്ചു പെൺകുട്ടി സിറാജുന്നീസ വെടിവെച്ചു കൊന്നു കേരളത്തിലെ പോലീസ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേരള പോലീസ് വെടിവെച്ചു കൊന്നു. എന്തിന്? വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായാൽ, പോലീസ് വെടിവെപ്പുണ്ടായാൽ കൊല്ലപ്പെടുന്നത് മുതിർന്ന ആളോ കുഞ്ഞോ
സ്ത്രീയോ, അതൊന്നും നോട്ടമുണ്ടാവില്ല. ആ വെടിവെപ്പിനെ കുറിച്ച് തന്നെ ഒരുപാട് ദുരൂഹതകളും വിവാദങ്ങളും ഉണ്ടായി. ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. പറഞ്ഞു വന്നത്, നാടിന്റെ സമാധാനം തകർന്ന് ആരും എപ്പോഴും കൊല്ലപ്പെടാമെന്ന സ്ഥിതി, വീടുകളും കടകമ്പോളങ്ങളും അഗ്നിക്കിരയായൊരു കാലം, അഭയാർത്ഥി ക്യാമ്പുകൾ തുറക്കേണ്ടി വന്നൊരു കാലം, എല്ലാറ്റിനും നിസ്സഹായ സാക്ഷിയായി നിന്നു കേരളത്തിലെ സർക്കാർ. കോഴിക്കോട്ട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദികളിൽ ഒരാളായ പ്രവീൺ തൊഗാഡിയ വന്ന് പ്രസംഗിച്ചു. വർഗീയ വിഷം വമിക്കുന്ന പ്രസംഗം. സ്വാഭാവികമായി പോലീസ് കേസെടുത്തു. RSSന്റെ ആജ്ഞ വന്നു, ഇപ്പൊ പിൻവലിക്കണം കേസ്. കോൺഗ്രസിന്റെ സർക്കാർ പിൻവലിച്ചു കൊടുത്തില്ലേ? തിരുവനന്തപുരത്ത് MG കോളേജിൽ RSSന്റെ ക്രിമിനൽ സംഘം അഴിഞ്ഞാടിയപ്പോ തടയാൻ ശ്രമിച്ചൊരു പോലീസ് ഓഫീസർ RSSുകാർ ബോംബെറിഞ്ഞ് കൊല്ലാൻ നോക്കി. ബോംബ് പൊട്ടി പോലീസ് ഓഫീസറുടെ കാല് ചിതറി തെറിച്ചു. സ്വാഭാവികമായി വധശ്രമത്തിന് കേസെടുത്തു. RSS കാര്യാലയത്തിൽ നിന്നും അന്ത്യശാസനം വന്നു, ഇപ്പൊ പിൻവലിക്കണം കേസ്. അടുത്ത മണിക്കൂറിൽ പോരാ, ഇപ്പോ മുട്ടുപറച്ച് മൂത്രമൊഴിച്ച് കേസ് പിൻവലിച്ചു കൊടുത്തു ഉമ്മൻചാണ്ടിയുടെ സർക്കാർ. RSSന്റെ ആജ്ഞയ്ക്ക് മുൻപിൽ വിനീത വിധേയരായ ഭൃത്യരെ പോലെ ദാസ്യ മനോഭാവം പ്രകടിപ്പിച്ചു ആ സർക്കാർ. എന്തുകൊണ്ട്? വർഗീയവാദികളുടെ പിന്തുണയിലാണ് ആ സർക്കാർ നിന്നത്. അവരുടെ വോട്ട് വാങ്ങി വന്നതാണ്. അവരുടെയല്ല, എല്ലാ വർഗീയവാദികളുടെയും ഇരുവർഗീയതകളുടെയും സൃഷ്ടിയായിരുന്നു കോൺഗ്രസ് സർക്കാർ. അതുകൊണ്ട് വർഗീയവാദികൾ അഴിഞ്ഞാടുമ്പോൾ അരുതെന്ന് പറയാൻ, കർശന നടപടി സ്വീകരിക്കാൻ അറച്ചു നിന്നു, മടിച്ചു നിന്നു. ജനങ്ങൾ കൊടിയ യാതനകൾ അനുഭവിച്ചു. നിരവധി മനുഷ്യർ കൊല്ലപ്പെട്ടു. ആരും എപ്പോഴും വധിക്കപ്പെടാമെന്ന ഭയത്തോടെ ജീവിക്കേണ്ടി വന്നു. സമാധാനമായി ഉറങ്ങാൻ കഴിയാത്ത സാഹചര്യം. അതല്ലേ അന്നത്തെ കേരളം? ആ നാളുകളിലേക്ക് തിരിച്ചു പോണോ? UDF എന്നെങ്കിലും അധികാരത്തിൽ വന്നാൽ അന്ന് കേരളത്തിന്റെ സമാധാനം തകർന്നു എന്ന് കരുതിയാൽ മതി. എന്നാൽ 10 കൊല്ലമായി നിങ്ങൾ നോക്കൂ, ശാന്തസുന്ദര കേരളം. പഴയ വേദനിപ്പിക്കുന്ന ഓർമ്മകളുടെ മുറിവുകളെല്ലാം ഉണക്കി 10 കൊല്ലമായി സമാധാനം, സാഹോദര്യം, വർഗീയവാദികൾ ഉറഞ്ഞു തുള്ളാത്ത കേരളം. ഒരു വർഗീയ സംഘർഷവുമില്ല. ഈ നാടിന്റെ സമാധാനം തകരാതെ നിലനിൽക്കണ്ടേ എന്നതാണ് ചോദ്യം. അതാണ് പരമപ്രധാനം. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയിച്ചു വരിക എന്നത് കേരളത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്. നവകേരള എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ അനിവാര്യമാണ്. അതിന് പൊന്നാനിയിൽ നമ്മുടെ പ്രതിനിധിയായി വിധി തേടുന്നത് നിങ്ങളുടെ മുൻപാകെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല, പ്രിയപ്പെട്ട സഖാവ് സക്കീറാണ്. സക്കീറിന്റെ പ്രത്യേകത, ഏറ്റവും ഗൗരവതരമാർന്ന ചുമതലകൾ, ഭരണഘടനാ പദവികൾ, പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ, വഖഫ് ബോർഡിന്റെ സാരഥി, ഇത്തരം സുപ്രധാനമായ ചുമതലകൾ അലങ്കരിക്കുന്ന സമയത്ത് എതിരാളികൾ പോലും ഒരാരോപണം ഉന്നയിച്ചിട്ടില്ല. ഉന്നയിച്ചിട്ടുണ്ടോ? പൊന്നാനിയിലെ കോൺഗ്രസ് ഉന്നയിച്ചിട്ടുണ്ടോ? ഇല്ല. ആരും ഒരാരോപണവും ഉന്നയിച്ചിട്ടില്ല. സ്ഫടിക സമാനമായ സുതാര്യതയോടെ എങ്ങനെയായിരിക്കണം ഉന്നത ചുമതലകൾ നിർവഹിക്കേണ്ടതെന്നതിന് എക്കാലത്തെയും മാതൃക സൃഷ്ടിച്ചു. കറപുരളാത്ത വ്യക്തിത്വം. നമ്മുടെ കാലത്ത് ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്ന ചോദ്യത്തിന് ധൈര്യത്തോടെ മറുപടി നൽകാൻ കഴിയുന്ന പേരാണ് അഡ്വക്കേറ്റ് MK സക്കീർ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സക്കീറിനെ പൊന്നാനിയുടെ പ്രതിനിധിയായി നിയമസഭയിലേക്ക് വിജയിപ്പിച്ചാൽ 2 വട്ടം ആലോചിക്കാതെ പൊന്നാനിക്കാർക്ക് എനിക്കൊരു ഉറപ്പ് നൽകാൻ കഴിയും. അത് മറ്റൊന്നുമല്ല, സക്കീറിനെ വിജയിപ്പിച്ചതിന്റെ പേരിൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് തലകുനിക്കേണ്ടി വരില്ല എന്ന് മാത്രമല്ല, MK സക്കീറിന് വോട്ട് ചെയ്തവരാണ് ഞങ്ങളെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും. അതാണ് ഗ്യാരണ്ടി, അതാണ് ഉറപ്പ്. ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പാണല്ലോ. ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ സംസ്കാരം അനുസരിച്ച് എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് എന്തെങ്കിലും മോശമായി പറയാനോ ഇകഴ്ത്താനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നമ്മുടെ ഒരു രീതിയല്ല. പക്ഷേ ഒന്നോർക്കണം, ഈ മണ്ണിനൊരു പൈതൃകമുണ്ട്. എംപിച്ചി ബാവയുടെ മണ്ണ്. രാഷ്ട്രീയമായി വിയോജിക്കുമ്പോഴും സി ഹരിദാസും PT മോഹനകൃഷ്ണനും എല്ലാം ഇവിടെ വലതുപക്ഷ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ചരിത്രത്തിലേക്ക് നോക്കിയാൽ
സാമൂഹ്യ നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയ മഹത്തുക്കൾക്ക് ജന്മം നൽകിയ ഒരു നാടാണിത്. ആ മഹത്തായ സാംസ്കാരിക പാരമ്പര്യമുള്ള സമരവീര്യമുള്ള ഒരു നാടിനെ നോട്ടുകെട്ടുകൾ കൊണ്ട് വിലയ്ക്ക് വാങ്ങാമെന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ ധാരണ ഈ മണ്ണിൽ ചെലവാകില്ലെന്ന് പൊന്നാനി പഠിപ്പിക്കും. പൊന്നാനിയിലെ വോട്ടർമാരെ, പൊന്നാനിയിലെ സാമാന്യ ജനത്തെ, പതാകകളുടെ നിറഭേദങ്ങൾക്ക് പുറത്താരുമാവട്ടെ, പൊന്നാനിക്കാരെ പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങാമെന്ന് കള്ളപ്പണം ആവശ്യാനുസരണമുള്ള ഏത് മനുഷ്യൻ ചിന്തിച്ചാലും ആ ചിന്ത അസ്ഥാനത്താണ്. ഈ മണ്ണ് രാഷ്ട്രീയ പ്രബുദ്ധതയെ ഉയർത്തിപ്പിടിക്കും. മനുഷ്യന്റെ വ്യക്തിത്വത്തെ, ആത്മവിശ്വാസത്തെ, സ്വത്വത്തെ ആർക്കും അങ്ങനെ വിലക്കെടുക്കാനൊന്നും കഴിയില്ല. അവരുടെ കാശ് പോയി എന്നല്ലാതെ പിന്നെ കള്ളപ്പണം ആയതുകൊണ്ട് വലിയ നഷ്ടമൊന്നും ഉണ്ടാവില്ല. വന്ന വഴി തിരിച്ചു പോകാൻ പറ്റും. അത്രയും ഇപ്പോൾ ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമ്പോൾ നിങ്ങളോടല്ല ഞാൻ പറയും, നിങ്ങൾ വഴി പൊന്നാനിയിലെ വോട്ടർമാരോടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ പൊന്നാനിയിലെ ഓരോ വോട്ടർമാരോടും ഓർമ്മപ്പെടുത്തേണ്ടത്, ഈ തിരഞ്ഞെടുപ്പെന്നാൽ ജയപരാജയങ്ങൾക്കപ്പുറത്ത് പ്രാധാന്യമുള്ള തിരഞ്ഞെടുപ്പാണ്. ആര് ജയിക്കും, ആര് MLA ആകും എന്നതിനൊക്കെ അപ്പുറത്ത് ഈ തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം കേരളം നശിക്കണോ നിലനിൽക്കണോ എന്ന ചോദ്യമാണ്. പെൻഷൻ തുടരണോ അവസാനിക്കണോ എന്ന ചോദ്യമാണ്. സ്കൂളുകൾ പ്രവർത്തിക്കണോ പൂട്ടണോ എന്ന ചോദ്യമാണ്. യുവജനങ്ങൾക്ക് ജോലി ലഭിക്കണോ നിയമനങ്ങൾ മരവിപ്പിക്കണോ മറ്റു സംസ്ഥാനങ്ങളിലേതുപോലെ എന്ന ചോദ്യമാണ്. സമാധാനമായി ഉറങ്ങാനും ഉണരാനും കഴിയുന്ന ശാന്തിയുടെയും സാഹോദര്യത്തിന്റെയും നാടായി കേരളം തുടരണോ, അതോ ഏത് നിമിഷവും കൊല്ലപ്പെട്ടേക്കാമെന്ന ഭയത്തോടെ നിദ്രാവിഹീനമായ രാത്രികൾ തള്ളി നീക്കേണ്ടി വരുന്ന ഒരു നാടായി കേരളം മാറണോ എന്ന ചോദ്യമാണ്. കേരളത്തിനു വേണ്ടിയാണ് LDFന് വോട്ട് ചെയ്യേണ്ടത്. വോട്ട് ഫോർ LDF എന്ന് പറഞ്ഞാൽ അർത്ഥം വോട്ട് ഫോർ കേരളം എന്നാണ്. കേരളത്തിന് വോട്ട് ചെയ്യുക, LDFനെ ജയിപ്പിക്കുക. പൊന്നാനിയിൽ സക്കീറിന് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കേരളം നിലനിൽക്കാൻ പൊന്നാനിക്കാർ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുക എന്നാണ് അർത്ഥം. അതുകൊണ്ട് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ, മണിക്കൂറുകളിൽ ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സമ്മതിദാനാവകാശം കേരളത്തിന്റെ ഭാവിയെ കരുതി ചുറ്റികരിവാൾ നക്ഷത്രമടയാളത്തിൽ LDFന്റെ സാരഥി സഖാവ് സക്കീറിന് നൽകി വൻപിച്ച ഭൂരിപക്ഷത്തോടെ, ചരിത്ര ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കാൻ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതിന് നിങ്ങളെ ചുമതലപ്പെടുത്തുന്നു. നമ്മുടെ സ്ഥാനാർത്ഥിയും മറ്റ് LDF നേതാക്കളും എല്ലാം വേദിയിലുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തേജസ്വി യാദവ് നമ്മളെ കാണാൻ, സംസാരിക്കാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും സംസാരിക്കുന്നത് വരെ ഈ യോഗത്തിന്റെ ഭാഗമായി തുടരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനം. പ്രിയമുള്ളവരെ, തേജസ്വി യാദവ് ഒരു 10 മിനിറ്റിനകം ഇവിടെ എത്തിച്ചേരും. നമ്മുടെ സ്ഥാനാർത്ഥിക്ക് ചെറുവല്ലൂർ ഒരു സ്വീകരണമുണ്ട്. അവിടുത്തെ റാലിയുമായി സംസാരിക്കണം. അതുകൊണ്ട് നമ്മളെ പ്രിയപ്പെട്ട നമ്മുടെ സ്ഥാനാർത്ഥി സഖാവ് സക്കീർക്ക നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി. ഏറെ പ്രിയപ്പെട്ട പൊന്നാനിയിലെ ജനാധിപത്യ വിശ്വാസികളെ, ഇന്ന് പൊന്നാനി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഒരു വലിയ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പ്രിയപ്പെട്ട സഖാവ് സ്വരാജ് വളരെ വിശദമായി നമ്മുടെ കേരളത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ആവശ്യകതയും അതുപോലെ തന്നെ പൊന്നാനിയുടെ ഒക്കെ സ്വത്വത്തെ സംബന്ധിച്ചൊക്കെ പറയുകയുണ്ടായി. പൊന്നാനിയുടെ ചരിത്രവും സ്വത്വവും നിലനിൽക്കുന്നത് പൊന്നാനിയുടെ ഉറച്ച മണ്ണിൽ ഉറച്ച വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ നിന്ന് ഒരു പോറൽ പോലും ഏൽക്കാത്ത രൂപത്തിൽ ജയിച്ചു കയറാൻ തന്നെയാണ് ഞാൻ നിങ്ങളെ മുന്നിൽ സ്ഥാനാർത്ഥിയായി നിലനിൽക്കുന്നത്. അതിന് മുന്നിൽ ഒരു പണത്തിനും പണാധിപത്യത്തിനും വിട്ടുകൊടുക്കാത്ത രൂപത്തിൽ നമുക്ക് മുന്നേറേണ്ടതുണ്ട്. ഇവിടെ
പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം പൊന്നാനിയെ വരച്ച് കാണിച്ചു കൊടുത്താൽ പൊന്നാനിയിലുണ്ടായ വികസന പ്രവർത്തനങ്ങൾ വളരെ നേർരേഖയായി നമുക്ക് കാണാവുന്നതാണ്. അതിൻ്റെ പിന്നിൽ ഒരുപാട് ചരിത്രമുണ്ട്. അത് പൊന്നാനിക്കാർക്ക് മാത്രമേ അറിയുകയുള്ളൂ. അപ്പോൾ ഞാനിന്ന് പത്രസമ്മേളനം നടത്തുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങനെ പറയും, ഇതൊരു പൊന്നാനി എന്നത് എൻ്റെ ഒരു വികാരമാണെന്ന് പറയുമ്പോൾ ചിലർക്കൊക്കെ എൻ്റെ കഥ മനസ്സിലായി. അതുകൊണ്ട് പൊന്നാനി എൻ്റെ ഒരു വികാരമായതുകൊണ്ട് തന്നെ പൊന്നാനിയുടെ എല്ലാ നടപടിക്രമങ്ങളും, പൊന്നാനിയുടെ വികസന സ്വപ്നങ്ങൾ നമ്മളെ മുന്നിൽ എന്തായിരുന്നു എന്നും ആ സ്വപ്നങ്ങളിൽ ഏതെല്ലാം സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി എന്ന് നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ അതിനൊക്കെ തുടക്കം കുറിച്ച സഖാവ് ഇ.കെ. ബിച്ചുവാവ ഇതേ മണ്ണിൽ നിന്നാണ് പടപൊരുതി ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഐക്യമുന്നണിയിലും നേതാവായും തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തന സഖാവ് പാലോളി മുഹമ്മദ് കുട്ടിയും അതുപോലെ തന്നെ പി ശ്രീരാമകൃഷ്ണൻ, സഖാവ് കെ ശ്രീധരൻ, പി ശ്രീരാമകൃഷ്ണൻ, പി നന്ദകുമാർ എല്ലാവരും തുടങ്ങി വെച്ച ഒട്ടനവധി പ്രവർത്തനങ്ങൾ, അതിൻ്റെ ബാക്കി നിൽക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്കൊരുപാട് നടത്തേണ്ടതുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി കൃത്യമായൊരു രേഖ തയ്യാറാക്കി നിങ്ങളൊക്കെ സമ്മതത്തോടു കൂടി നമുക്ക് ഒരുമിച്ചിരുത്തി പൊന്നാനിയെ ഒന്നുകൂടി മിനുക്കി എടുക്കാവുന്ന ഒരു പദ്ധതി നമുക്ക് ആവിഷ്കരിച്ച് മുന്നോട്ട് കൊണ്ടുപോയി പൊന്നാനിയെ നമുക്ക് ഒരു പേര് നമുക്കുണ്ടെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി ഒരു പേരിടാണ്, പുതുപൊന്നാനിയെ നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കുന്ന രൂപത്തിൽ ഒരു പുത്തൻ പൊന്നാനിയെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിക്കുന്ന രൂപത്തിൽ ഇവിടുത്തെ യുവാക്കളെ ചേർത്ത് പിടിച്ചും അതുപോലെ തന്നെ ഇവിടുത്തെ ആവശ്യമുള്ള എല്ലാ പ്രദേശങ്ങളെക്കുറിച്ചും നമുക്ക് ചിന്തിച്ചുകൊണ്ട് നമുക്ക് പൊന്നാനിയെ മാറ്റിയെടുക്കുന്നതിനുള്ള മുന്നണിയുടെ പോരാട്ടത്തിൻ്റെ മുന്നിൽ ഞാൻ എപ്പോഴും നിങ്ങളെ മുന്നിൽ ഉണ്ടാകുന്ന ഉറപ്പ് നൽകുന്നു. നിയമസഭക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും ഈ പോരാട്ട വീര്യം ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. എൻ്റെ മുൻകാല പരിചയങ്ങളൊക്കെ തന്നെ എന്തെല്ലാം പൊന്നാനിക്ക് വേണ്ടി ചോദിച്ച് വാങ്ങാൻ കഴിയുമോ അതെല്ലാം ചോദിച്ച് വാങ്ങിക്കൊണ്ട് പൊന്നാനിയുടെ തിരുമുറ്റത്ത് നിങ്ങളെ മുന്നിൽ എത്തിച്ചുകൊണ്ട് പൊന്നാനിയെ വികസിച്ച് എടുക്കാനുള്ള എല്ലാ പദ്ധതികൾക്ക് മുന്നിൽ ഉണ്ടാകുന്ന ഉറപ്പ് നൽകുന്നു. നിങ്ങളുടെ വോട്ടുകൾ എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ചുറ്റികാരിവാൽ നക്ഷത്രം മലയാളത്തിൽ രേഖപ്പെടുത്തണം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ലാൽ സലാം. അല്ലല്ല വേണ്ട സയൻസ് കുമാർ എത്തിയിട്ടുണ്ട്. സയൻസ് കുമാർ എത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ ആകാംക്ഷയോട് കാത്തിരുന്ന തേജസ് യാദവ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ
സഭാവ് ഉൾപ്പെട്ട അതുപോലെ തന്നെ RJDയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി UG സെൻകുമാർ തുടങ്ങിയ RJDയുടെ സംസ്ഥാന നേതാക്കന്മാർ തന്നെ നമ്മുടെ സ്റ്റേജിലുണ്ട്. നമ്മളുടെ രണ്ട് വാക്ക് സംസ്ഥാന RJDയുടെ സംസ്ഥാന പ്രസിഡന്റ്, കേരള ഘടകത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രേയകുമാറിനെ രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ആർത്തമായി ഇവിടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഇന്നിവിടെ നിങ്ങളോട് സംസാരിക്കാനെത്തിയ ബീഹാറിലെ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ്, ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കളെ, പ്രിയപ്പെട്ട സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ അധികമൊന്നും സംസാരിക്കുന്നില്ല. മൂന്നാം ഊഴം LDF ഉറപ്പാണ്, ഒരു സംശയവുമില്ല. അതിന് ജനങ്ങളുടെ മുമ്പിൽ നിരത്താൻ നിരവധിയായിട്ടുള്ള പദ്ധതികൾ, കഴിഞ്ഞ 10 വർഷം ആവിഷ്കരിച്ച പദ്ധതികൾ നമുക്ക് ജനങ്ങളുടെ മുമ്പിൽ നിരത്താനുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ക്ഷേമവും അതോടൊപ്പം തന്നെ വികസനവും അത് ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ച സർക്കാരാണ് LDFൻ്റെ പിണറായി വിജയൻ നയിക്കുന്ന സർക്കാർ എന്ന് പറയുന്നത്. 64 ലക്ഷം പേർക്ക് പെൻഷൻ അത് മുടങ്ങാതെ നൽകുന്നു. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇലക്ഷനിലെല്ലാം തന്നെ വാഗ്ദാനം ഉണ്ടാകും, പക്ഷേ കഴിഞ്ഞ വാഗ്ദാനം ആരും പാലിക്കില്ല. അതുപോലെ വികസന പ്രവർത്തനങ്ങൾ ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് വരും തലമുറയ്ക്ക് എങ്ങനെയാണ് കേരളത്തിൽ അവരുടെ ഭാവി സുരക്ഷിതമാക്കുക എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി ഈ മാറുന്ന കാലഘട്ടത്തെ കേരളത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാട് ഈ സർക്കാരിനുണ്ട്. അത് കേവലം 5 വർഷത്തെ കാഴ്ചപ്പാടല്ല, അത് 10-20 വർഷം കഴിഞ്ഞാൽ വളർന്നു വരുന്ന തലമുറ അവരുടെ ഭാവി, കേരളത്തിൻ്റെ സാമ്പത്തിക സുരക്ഷിതത്വം ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് അതോടൊപ്പം തന്നെ അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്ത സംസ്ഥാനം, സാധാരണക്കാർക്ക് വേണ്ടി നിരവധിയായ പദ്ധതികൾ ആവിഷ്കരിച്ച സംസ്ഥാനം. ഞാനൊരു വയനാട്ടുകാരനാണ്. അവിടെ ഒരു അത്ഭുതം നടന്നിട്ടുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ വയനാട്ടിലെ വലിയ ദുരന്തത്തിൽ അകപ്പെട്ട ആ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് പുനരധിവാസ പദ്ധതി 1.5 വർഷം കൊണ്ടാണ് ഈ 500 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് ലോകോത്തര നിലവാരമുള്ള പുനരധിവാസ പദ്ധതി അവിടെ ആവിഷ്കരിക്കുന്നത്. കോൺഗ്രസ് തറക്കല്ലിട്ട് പോയിട്ടുണ്ട്, തറക്കല്ല് കാണാനില്ല എന്ന് മാത്രം. അത് തിരഞ്ഞ് കുറേ ആൾക്കാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയായിട്ടും ഒരു വീട് വെക്കാനുള്ള അപേക്ഷ പോലും നൽകിയിട്ടില്ല. അപ്പോൾ 178 വീടുകളുടെ പണി തീർത്ത് അവർക്ക് കൈമാറി. കഴിഞ്ഞ വർഷത്തെ മഴയില്ലായിരുന്നുവെങ്കിൽ ഇതിനോടകം തന്നെ മുഴുവൻ പദ്ധതിയോടെ പൂർത്തിയാക്കുമായിരുന്നു. സാധാരണ വീടല്ല, 1000 സ്ക്വയർ ഫീറ്റിലെ നല്ല വീട്. അവർക്ക് അതിൻ്റെ മുകളിൽ പിന്നീടും പണിയാനുള്ള സൗകര്യം. ആ 500 ഏക്കറയിൽ വിവിധതരം പദ്ധതികൾ, ഒരു ടൗൺഷിപ്പിന് വേണ്ട ആവശ്യമായ പദ്ധതികൾ. ഇതെന്നെ അത്ഭുതപ്പെടുത്തി. കാരണം ഇതിനു മുമ്പ് വയനാട്ടിൽ മെഡിക്കൽ കോളേജ് വേണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് ആവശ്യപ്പെട്ട ഭൂമി ഇല്ലയെന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ 50 ഏക്കർ ഭൂമി സൗജന്യമായ സർക്കാരിന് നൽകി. സൗജന്യമായ ഭൂമി സർക്കാർ ഏറ്റെടുക്കാൻ 3 വർഷം എൻ്റെ പുറകെ എനിക്ക് നടക്കേണ്ടി വന്നു. അതാണ് കേരളത്തിലെ സ്ഥിതി. പുത്തുമല ദുരന്തം ഉണ്ടായപ്പോൾ ഇതേപോലെ ഭൂമിയുടെ പ്രശ്നം വന്ന് ഞങ്ങൾ 7 ഏക്കർ ഭൂമി വാങ്ങി നൽകി. പക്ഷെ ഇവിടെ അത്ഭുതം എന്ന് പറയട്ടെ, പറഞ്ഞ വാക്ക് ഞങ്ങൾക്കൊന്നും വിശ്വസിക്കാൻ സാധിച്ചില്ല എങ്ങനെ സാധിക്കുമെന്നുള്ളത്. പറഞ്ഞ വാക്ക് വെറും വാക്കല്ല, അത് പാലിച്ച് വയനാടൻ ജനതയ്ക്ക് വലിയ ആശ്വാസമാണ്. പ്രത്യേകിച്ച് ഈ ദുരിതം അനുഭവിച്ച ജനതയ്ക്ക് വലിയ ആശ്വാസം നൽകാൻ വേണ്ടി ഇടതുപക്ഷ സർക്കാരിന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ, അവർക്ക് മാത്രമേ സാധിക്കുള്ളൂ. സംശയവും ആ കാര്യത്തിലില്ല. അതിനുവേണ്ടി നിശ്ചിതമായിട്ടും ഈ സർക്കാരിനുണ്ട്, ഈ സർക്കാരിനെ നയിക്കുന്ന നേതാവിനുണ്ട്. ഇടതുപക്ഷ മുന്നണി ഒരു വാഗ്ദാനങ്ങളുടെ മുന്നണിയല്ല, മറിച്ച് പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്ന മുന്നണിയാണ്. ആ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് ഇവിടെ മത്സരിക്കുന്ന സക്കീർ. അദ്ദേഹത്തിൻ്റെ ജനപ്രചിഹ്നമായ ചുറ്റികള നക്ഷത്രത്തിൽ നിങ്ങൾ വിലയേറെ വോട്ടുകൾ രേഖപ്പെടുത്തി ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായ പൊന്നാനി വർദ്ധിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.
നന്ദി, നമസ്കാരം. സാറാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്ത്യ മുന്നണിയുടെ ദേശീയ നേതാവ് രാജേഷ് യാദവ് ആരോപണം നടത്തുന്നതിന് വേണ്ടി പൊന്നാനിക്ക് വേണ്ടി ജനതാദൾ RJDക്ക് വേണ്ടി നാരായണ സഖാവിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവർ, ശ്രേയകുമാറിനെ ഷാൾ അണിയിക്കുന്നതിന് വേണ്ടി നാരായണനെ വിളിക്കുന്നു. പ്രിയമുള്ളവരെ, ആകാംക്ഷയോട് കാത്തിരിക്കുന്ന തേജസ്വി യാദവ് നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ വെൽക്കം ചെയ്യുന്നു. പരിഭാഷ നടത്തുന്നത് വർഗീസ്, ജനതാദളിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വർഗീസ് ജോർജിയാണ്. അദ്ദേഹത്തെയും ക്ഷണിക്കുന്നു. Thank you so much. Thank you so much for welcoming me on a dais, on a stage. I came to campaign for LDF. We are the part of the LDF. And our candidate is MK Shakir Sahab. On the stage, Nanda Kumar MLG, MV Shreyams Kumar, RJD State President, M. Swaraj, CPIM State Secretariat Member, P. Sindhu Punani, Municipal Chairman, Dr. Varghese George, Secretary General RJD, Dr. Neela Lohiyada Das Nadar, National General Secretary RJD, Sabha Pulpatta, State General Secretary RJD, and all those dignitaries, my brother and sisters from Punani Assembly seat. I have come from a Bihar state, which is the poorest state of the country. And I have come to Kerala, where in Bihar we give examples that Bihar should be like Kerala. We are very proud of Keralam people and the Keralam state. Let us remind ourselves of what we have common. What do we need to focus on? What is it that our fight is about? ഈ നിയോജകമണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷക്കീറിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ എനിക്ക് നിങ്ങൾ തന്ന ഊഷ്മളമായ സ്വീകരണത്തിന് ഞാൻ ആദ്യമേ നന്ദി പറയുന്നു. ഈ വേദിയിൽ അഭിവാദനം ചെയ്യപ്പെട്ട എല്ലാ നേതാക്കളും ഇവരെല്ലാവരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ പ്രദേശത്തെ സമ്മതിതരായ നേതാക്കന്മാരാണ്. ഞാൻ വരുന്നത് ബീഹാറിൽ നിന്നാണ്, രാജ്യത്തെ ഏറ്റവും ദരിദ്രമായ സംസ്ഥാനം. ഞങ്ങളുടെ സംസ്ഥാനം എന്നെങ്കിലും കേരളത്തെ പോലെ ഒരു പ്രദേശമാവുമെന്ന് ഞാൻ എത്ര ആഗ്രഹിക്കുന്നു. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷയും ദരിദ്രരുള്ള കരുതലും ഞങ്ങൾക്ക് എന്നും ഒരു മാർഗദർശനമാണ്. Equality of opportunity. A child born poor should have the same real chance in life as a child born rich. This happens when good school, good doctors, and good nutrition
and available to everyone, not just those who can pay. ഏതൊക്കെ സാഹചര്യങ്ങളാണ് നമ്മളെ ഇവിടെ കൂട്ടിവരുത്തിയിരിക്കുന്നത്? ഏതൊക്കെ മേഖലകളിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഏതൊക്കെ പ്രതിലോമ ശക്തികളെയാണ് നമ്മൾ പോരാടേണ്ടത്? വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാവർക്കും തുല്യമായ അവസരങ്ങൾ ലഭിക്കണം. ഒരു ധനിക കുടുംബത്തിൽ പിറന്ന കുട്ടിക്ക് ലഭിക്കുന്ന പോലെ തന്നെയുള്ള വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ ദരിദ്ര കുടുംബത്തിൽ ഉള്ള കുട്ടികൾക്കും ലഭ്യമാകണം. അങ്ങനെ നീതിയുള്ളൊരു സമൂഹത്തിൽ എല്ലാവർക്കും മനുഷ്യാന്തസ്സോടുകൂടി വളരുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. വിദ്യാഭ്യാസവും ആരോഗ്യവും സാമൂഹികമായ പരിരക്ഷയും ഉറപ്പാക്കണം. അതുകൊണ്ട് തുല്യ അവസരങ്ങളാണ്, അതിനുവേണ്ടിയുള്ള ആഗ്രഹമാണ് നമ്മളെല്ലാവരെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. Social infrastructure, public investment in hospitals, schools, transport, and housing is a collective asset that raises the quality of life for everyone, especially the most unsafe. രണ്ടാമത്തേത് സാമൂഹികമായിട്ടുള്ള സുരക്ഷിതത്വവും അടിസ്ഥാന സൗകര്യങ്ങളുമാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, ആശുപത്രികൾ, റോഡുകൾ, ഈ സാമൂഹ്യമായിട്ടുള്ള എല്ലാ സുരക്ഷാ പദ്ധതികളും ഒരു സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് അനിവാര്യമാണ്. പ്രത്യേകിച്ചും സമൂഹത്തിലെ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ പുരോഗതിക്ക് സാമൂഹിക അടിസ്ഥാന ധർമ്മം വളരെ അനിവാര്യമാണ്. Social security, a strong welfare covering unemployment, old age, disability, and health protects every citizen. വയോവൃദ്ധർ, അംഗവൈകല്യം വന്നവർ, സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ എന്നിവർക്കെല്ലാം സാമൂഹികമായ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ് നമ്മുടെ മറ്റൊരു അടിയന്തരമായ ധർമ്മം. Against caste-based discrimination. Dismantling caste-based discrimination requires active social reform, affirmative action, and cultural movement that asserts the equality, dignity of every human being. No one should face a closed door in education, employment, or daily life because of the family they were born into. Caste is not a tradition worth keeping. It is an injustice worth ending. ജാതിക്കെതിരായ പോരാട്ടം, ഒരു നീതി സമൂഹത്തിന് വേണ്ടിയുള്ള അദമ്യമായ ആഗ്രഹം, അതാണ് നമ്മളെ മൂന്നാമതായി കൂട്ടിച്ചേർക്കുന്ന ഒരു വസ്തുത. ജാതി നമ്മുടെ രാജ്യത്തെ ഒരു സാമൂഹിക രാഷ്ട്രീയ തിന്മയാണ്. ആ ജാതിയുടെ പേരിൽ ഒരു വിവേചനവും ഉണ്ടാകാൻ പാടില്ല. ഒരു പൗരനെയും ജാതിയുടെ പേരിൽ മാറ്റി നിർത്താനും പാടില്ല. എന്നാൽ ജാതിക്കെതിരായ പോരാട്ടത്തിൽ പല തലങ്ങളുണ്ട്. ജാതിക്കെതിരായ പോരാട്ടത്തിൽ സംവരണം വളരെ പ്രധാനമാണ്. ജാതിയുടെ പേരിൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് മുൻഗണന കൊടുക്കേണ്ടതാണ്. ഇതൊരു സാംസ്കാരിക പ്രസ്ഥാനമായിട്ട് തന്നെ വളരണം. ജാതിക്കെതിരായ പോരാട്ടം ഒരു സാംസ്കാരിക വിപ്ലവമാണ്. ഒരു താണജാതിയിൽ ജനിച്ചുപോയി, താണജാതി എന്ന് പറയപ്പെടുന്ന ജാതിയിൽ ജനിച്ചുപോയി എന്നതിൻ്റെ പേരിൽ ആരും വിവേചനം അനുഭവിക്കാൻ പാടില്ല. വിദ്യാഭ്യാസത്തിലും സാമൂഹികമായ വളർച്ചയിലും ജാതി ഒരു ഘടകമായി കൂടാ. അതുകൊണ്ട് ജാതിക്കെതിരായ പോരാട്ടമാണ് നമ്മളെ ഒരുമിച്ച് നിർത്തുന്ന മറ്റൊരു ഘടകം. Our secular society treats every citizen as an individual with equal rights. Your religion should never determine what opportunities you get or what dangers you face. A society that pits on one community against another only serves those in power, never ordinary people. നമ്മളെ കൂട്ടി നിർത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം മതസൗഹാർദ്ദമാണ്. നമ്മുടെ രാജ്യത്ത് ബഹുലമായ മതങ്ങളുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൽ ജനിച്ചുപോയി എന്നതുകൊണ്ട് യാതൊരു വിവേചനവും പാടില്ല. എല്ലാ മതങ്ങളെയും തുല്യമായി പരിഗണിക്കുന്ന ഒരു ഭരണഘടനയും സാമൂഹ്യ വ്യവസ്ഥയുമാണ് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ മതം വളരെ നല്ല മതം, താങ്കളുടെ മതം രണ്ടാം കിട മതം എന്നുള്ള പരിഗണനകൾ
നമ്മുടെ രാജ്യത്ത് ഉണ്ടാവാൻ പാടില്ല. മതത്തിൻ്റെ പേരിലുള്ള എല്ലാത്തരം വിവേചനങ്ങളെയും നമ്മൾ എതിർക്കുകയും അപലപിക്കുകയും ചെയ്യുന്നു. Every young person deserves equality education, meaningful employment, affordable housing, and a political voice. Investing in youth is investing in the future of society. നമ്മുടെ മൂലധന നിക്ഷേപം സാമൂഹിക മൂലധന നിക്ഷേപം കൂടിയാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ പ്രദാനം തുടങ്ങിയ മേഖലകളിൽ നമുക്ക് മൂലധന നിക്ഷേപം നടത്തേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും തൊഴിൽ പ്രദാനം ചെയ്യുന്നതിലും വലിയ തോതിൽ മൂലധന നിക്ഷേപം നമുക്ക് നടത്തേണ്ട ആവശ്യമുണ്ട്. അത് ഒരു നീതിയുള്ള സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് പര്യാപ്തമാണ്. Itself, society owes young people a real shot, not just a motivational slogan. The economy and the state must serve human welfare, not the other way around. നമ്മുടെ രാജ്യത്തെ യുവാക്കൾ അവർക്ക് കേവലം മുദ്രാവാക്യങ്ങൾ കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുകയില്ല. ഒരു ക്ഷേമ സമൂഹമായി മാറി ആ ക്ഷേമ സമൂഹത്തിന് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ രൂപീകരണവും മൂലധന നിക്ഷേപവും കൊണ്ട് മാത്രമേ അവരുടെ അഭിലാഷങ്ങളെ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. I'm very happy that CM Pinarayi Vijayan government in 10 years, he had done a lot of work for the society, for the Kerala state, and we give example of his work. During the COVID period also, the pandemic time also, he did a lot for the state, and he has set an example how to do work in other state as well. ഈ ആശയാഭിലാഷങ്ങളെല്ലാം പ്രതിദാനം ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിൽ ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെൻറ് എന്ന് പറയുന്നതിന് എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. ഗതകാലത്ത് മഹാദുരന്തങ്ങൾ ഇവിടെ ഉണ്ടായപ്പോൾ, കോവിഡ് മഹാമാരി ആഞ്ഞടിച്ചപ്പോൾ, വലിയ പ്രളയം ഉണ്ടായപ്പോൾ, അതിൽ നിന്നൊക്കെ നമുക്ക് ആത്മവിശ്വാസം കൊടുത്ത് കേരളത്തെ സുധീരം കൊണ്ടുപോയ പിണറായി വിജയൻ ഗവൺമെൻറ് അഭിനന്ദനം അർഹിക്കുന്നു. There has been unmatched development in Kerala in last 10 years. Despite Modi government ignoring the demands and the needs of Keralam, central government always refused to extend any assistance to Keralam even during the natural calamities and disaster times. കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ് കേരളത്തെ ഇട്ട് സാമ്പത്തികമായിട്ട് ഞെരുക്കുകയാണ്. നമ്മുടെ ന്യായമായ ആവശ്യങ്ങൾ പോലും അവർ പരിഗണിക്കുന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ പോലും അവർ ചെറുവിരൽ അനക്കിയില്ല. എന്നാൽ ഈ പ്രതികൂലമായ സാഹചര്യത്തിലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ ഒരു ദശകക്കാലം ഉജ്ജ്വലമായ നേട്ടങ്ങളാണ് അതിൻ്റെ പരിമിതമായ വിഭവങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് നടത്തിയത്. Every section of the society has been benefited by pro-people policies of LDF government. Rapid growth is visible across all sectors, from infrastructure to social welfare. കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും കഴിഞ്ഞ ഒരു ദശകക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ പ്രദാനം ചെയ്യാനും അവരുടെ ജീവിതാന്തസ്സ് ഉയർത്താനും സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും മൂലധന നിക്ഷേപം മുതൽ സാമൂഹ്യ കരുതൽ, ഒരു വശത്ത് മൂലധനം, മറുവശത്ത് പാവപ്പെട്ടവരുള്ള കരുതൽ. And even while coming to Kerala, as all of you knows that my dad, National President of RJD, Sri Lalu Prasad Yadav ji, is not so well. He has kidney issues, he has a heart issue, but still, my dad always told me that never compromise with the fascist forces and social justice. And while coming to Kerala, he has given greetings to the LDF leaders, to the CM, and he asked me to convey his regards to the people of Kerala and salute them and tell them to vote for the LDF this time. So I came here to appeal to everyone, kindly vote for the LDF,
we have been given example in many states that what in 10 years the LDF government had did for the Keralam people after central government had been ignoring. And now if you see, Narendra Modi ji is only busy in foreign. He is not interested in nation work, whether it is about unemployment, whether it is about poverty, whether it is about the price has increased of oil, diesel, whether the issue of farmers, whether it is issue of laborers, migrant. He is only busy in campaigning, election. I came from Bihar. All the machinery has been hijacked. All the constitution institution has been hijacked by Narendra Modi ji. And I sincerely request you all to think and vote. We have to save our democracy. We have to save our constitution. And BJP and RSS ideology is totally different. They want to make their own constitution, the RSS agenda, the book of thoughts written by their gurus, Govalkar. They want to put that instead of our constitution. So I'll be requesting everyone that you people have to get united and vote for our candidate, Mr. Shakir ji. And I'm very hopeful that this time he's going to win the election, and again we're going to form the government. LDF will form a government again for 5 years for the future. എൻ്റെ പിതാവ് രാഷ്ട്രീയ ജനതാദളിൻ്റെ ദേശീയ അധ്യക്ഷൻ ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയാണ്. അദ്ദേഹത്തിന് കിഡ്നി രോഗമൊക്കെ ഇപ്പോൾ വളരെ ഉണ്ട്. എങ്കിലും അദ്ദേഹം ഞങ്ങൾക്ക് തന്ന ഉപദേശം ഫാഷിസ്റ്റ് ശക്തികളുമായി ഒരിക്കലും സന്ധി ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കേരളത്തിലേക്ക് ഞാൻ പോന്നപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഫാഷിസ്റ്റ് ശക്തികൾക്ക്, വിരുദ്ധ ശക്തികൾക്ക് വലിയ പരിസരമുള്ള ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളെ മുഴുവൻ അഭിവാദനം ചെയ്യണം, അവരുടെ സുഖാന്വേഷണം നടത്തണം എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. അങ്ങനെ നിങ്ങളെ എല്ലാവരെയും എൻ്റെ പിതാവിൻ്റെ പേരിലും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഈ കേരളത്തെക്കുറിച്ച് ഞങ്ങൾ എവിടെ പോയാലും സംസാരിക്കാറുണ്ട്. കേരളം രൂപീകരിച്ച ഈ വികസന മാതൃക ഞങ്ങൾക്കെല്ലാവർക്കും ഒരു മാതൃകയാണ്. എന്നാൽ നമ്മുടെ പ്രധാനമന്ത്രിക്ക് രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഒരു താല്പര്യവുമില്ല. ഒരു നീതിയുള്ള വളർച്ച, തൊഴിലില്ലായ്മ പരിഹരിക്കൽ, ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ ഉയർച്ച, ആദിവാസി ജനതയുടെ ക്ഷേമം, ഇതൊന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല. അദ്ദേഹത്തിൻ്റെ താല്പര്യം മുഴുവൻ അമേരിക്കൻ സാമ്രാജ്യത്തിന് വിധേയപ്പെട്ട് വിദേശത്ത് നടക്കുക എന്നുള്ളതാണ്. അദ്ദേഹം രാജ്യത്തിനുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം സംഘപരിവാർ വളരെ ഗൂഢമായി ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ നമ്മുടെ ഭരണഘടന തിരുത്തി എഴുതാൻ അവരാരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും നീതിയും ഉള്ള നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കാൻ നമ്മളെല്ലാവരും വളരെ ശക്തമായി പ്രതിരോധം നിർമ്മിക്കേണ്ട ആവശ്യമുണ്ട്. RSSൻ്റെ ഗുരുക്കന്മാർ നിർവചിച്ച പുസ്തകങ്ങളാണ് അവർക്കിന്ന് ഭരണഘടന. ആ ഭരണഘടനയിൽ ദളിതരും പിന്നോക്കക്കാരും ന്യൂനപക്ഷങ്ങളും ഒന്നുമില്ല. ആ ഭരണഘടന നമുക്ക് ആവശ്യമില്ല. നമ്മുടെ പൂർവ്വസൂരികൾ നമുക്ക് വേണ്ടി 75 വർഷം മുമ്പ് നടത്തിയ ഈ ഭരണഘടന, ജനാധിപത്യത്തിൻ്റെയും മതേതരത്തിൻ്റെയും സുരക്ഷിതത്തിൻ്റെയും ഭരണഘടന ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ ശക്തികളെ നമ്മൾ ശക്തീകരിക്കുന്നുണ്ടാണ്. അതുകൊണ്ട് തീർച്ചയായും ഈ വിശാലമായ രാഷ്ട്രീയ അർത്ഥത്തിലും ഒരു തെരഞ്ഞെടുപ്പിനപ്പുറം അഡ്വക്കേറ്റ് ഷക്കീറിൻ്റെ വിജയം രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. അദ്ദേഹത്തെ വലിയ വോട്ടിൽ വിജയിപ്പിക്കണം എന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിക്കുന്നു. The BJP party, they are trying to make hatred in the society. Somehow they want to communalize the society for their benefit. I have been appealing wherever I have been going for the campaign. Okay, this is just the way the Britishers used to do
divide and rule, what BJP is trying to do nowadays. So, for country's freedom, all the religion, whether Sikh, Hindu, Muslim, Isai, everyone contributed, everyone shed the blood for this freedom of the country. And as per the constitution, everyone is equal. They have equal rights. And we will stand for that. And at the end of it, I'm very thankful to the LDF cadres, the workers, and all my brothers and sisters are sitting here. I thank you to each and everyone that you people have welcomed me so well. And we are very hopeful next time when I'll come after the campaigning, I'll be coming in an oath when LDF government will form their government. ഇന്ന് BJP രാജ്യത്ത് പ്രചരിപ്പിക്കുന്നത് വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ്. ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന നമുക്കിടയിൽ അവർ വർഗീയ ധ്രുവീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുതന്നെയാണ് ബ്രിട്ടീഷുകാരും ചെയ്തുകൊണ്ടിരുന്നത്. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തെ ദുർബലപ്പെടുത്താനായി അവർ നമ്മുടെ ജനതകളെ സാമുദായികമായും മതപരമായും വിഭജിപ്പിക്കുകയുണ്ടായി. അതുതന്നെയാണ് ഇപ്പോൾ BJPയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭരണഘടന ഉറപ്പു തരുന്നത് മനുഷ്യ അന്തസ്സും തുല്യ അവസരങ്ങളുമാണ്. എല്ലാവർക്കും ഒരുപോലെയുള്ള അവകാശങ്ങളാണ് നമ്മുടെ ഭരണഘടന പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് വിവേചനമില്ലാത്ത, ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ വിവേചനമില്ലാത്ത, എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ നീതി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല. അതിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ജയിപ്പിച്ചേ തീരൂ. അടുത്ത തവണ ഞാൻ കേരളത്തിൽ വരുമ്പോൾ മൂന്നാം പിണറായി ഗവൺമെൻറ് ഭരണത്തിലേക്കാണ് വരുന്നതെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. Thank you everyone. Namaskaram. Red salute. അതുണ്ടോ അവിടെ? Yeah. So we നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി സഖാവ് യോഗ്യ ബോക്കനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള നാട്ടുകാരെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, നമ്മുടെ LDF റാലി ഇവിടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച നന്ദകുമാർ MLA, ഇവിടെ നമുക്ക് വേണ്ടി പ്രചാരണത്തിന് വന്ന ശരത് യാദവ്, അതുപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്വരാജ്, പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സെക്രട്ടറി നമ്മുടെ കുഞ്ഞു, ജബ്ബാർ, അമീദ്, ഈ പേജിൽ പങ്കെടുത്ത മുഴുവൻ പാർട്ടി പ്രവർത്തകരെയും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചതായി അറിയിച്ചുകൊള്ളുന്നു.